മാവിൻ്റെ ഇല. മാവിൻ്റെ ഇല നമ്മളൊക്കെ എല്ലാവരുടെ വീട്ടിലും മാങ്ങ ഇല്ലെങ്കിലും ഇല മാവിന്മേലുണ്ടാവും. ആ മാവിൻ്റെ ഇല കൊണ്ടുള്ള ഗുണങ്ങൾ, അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ, ഇനിയിപ്പോൾ മാങ്ങ കായ്ക്കാത്ത മാവാണെങ്കിലും നമ്മൾ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെ അതിനെ വളർത്തും. ഇപ്പോൾ ഇതാ ഞാൻ ഋതുവിനെ കൊണ്ട് ഈ ഒടിപ്പിക്കണ മാവിൻ്റെ ഇല നല്ല മൂത്ത ഇലയാണ്. അതിന് തളിരില വേണമെന്നോ ഒന്നുമില്ല. നമ്മൾ ഈ ഒരു മാവിൻ്റെ ഇല വെച്ചിട്ട് നല്ലൊരു പേസ്റ്റ് തയ്യാറാക്കുന്നുണ്ട് ഒന്നാമതായിട്ട്. പിന്നെ അതുപോലെ തന്നെ നല്ലൊരു ക്രീമും തയ്യാറാക്കുന്നുണ്ട്. പിന്നെ നമുക്കൊക്കെ ഉണ്ടാകുന്ന വലിയൊരു പ്രശ്നമാണ് നമ്മളെ ഡ്രസ്സുകളിൽ, കുട്ടികളുടെ യൂണിഫോമിലാവട്ടെ, വെള്ള ഡ്രസ്സിലൊക്കെ കളറായി കഴിയുക, കറ പറ്റുക, ചളി പിടിക്കുക, കരിമ്പനടിക്കുക, അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ. അപ്പം അതൊക്കെ നമുക്കിന്ന് എങ്ങനെ മാറ്റാമെന്നുള്ളതും കൂടെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. മാവിൻ്റെ ഇല പറിച്ചെടുക്കണം. ഒരുപാടൊന്നും വേണ്ട. അതുപോലെ തന്നെ മൂത്തതോ മൂക്കാത്തതോ ഒക്കെ ആയിക്കോട്ടെ. അപ്പം ഞാനിപ്പോൾ ഇവിടെ ഒരു 10ഓളം മാവിൻ്റെ ഇല എടുക്കുന്നുണ്ട് കേട്ടോ. ഏത് മാവിൻ്റെ ഇലയാണെങ്കിലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ഇതൊരു ഈ മാങ്ങ എന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ്. ചന്ദന മാങ്ങൊന്നുമല്ല. ഏതായാലും അതവിടെ ഇരിക്കട്ടെ. ഈ മാവിൻ്റെ ഇല ഇപ്പോൾ ഒരു അത്യാവശ്യം വേനലൊക്കായി വരികയാണല്ലോ, അതുകൊണ്ട് തന്നെ റോഡ് സൈഡിലായതുകൊണ്ട് നന്നായിട്ട് പൊടി പാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതൊരു ക്രീം ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അത് നമ്മളെ വയറ്റിലേക്ക് പോകില്ല. പക്ഷെ നമ്മളിത് പല്ല് തേക്കാൻ പറ്റുന്ന ഒരു നല്ല നല്ല ചേരുവകൾ, നമ്മൾ ഗ്രാമ്പു അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു പേസ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പേസ്റ്റ് പല്ലൊക്കെ തേച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ വയറ്റിലേക്ക്, കുട്ടികൾക്കൊക്കെ ആകുമ്പോൾ എന്തായാലും വയറ്റിലേക്ക് ആവാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഇല നന്നായിട്ട് കഴുകണം കേട്ടോ. നന്നായിട്ട് കഴുകുക. അതുപോലെ തന്നെ ആ ഒരു ഇലമേൽ എന്തെങ്കിലുമൊക്കെ കരടോ കുറുമ്പോ എറൂലിയോ പുഴുക്കളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കുക. എന്നിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ അതിന് കുത്തും ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇല നമ്മൾ ഒഴിവാക്കണം. എന്നിട്ടിതാ ഒരു മിക്സഡ് ജാർ എടുത്തിട്ട് അതിൻ്റെ ആ ആരുണ്ടല്ലോ, തണ്ട്, നല്ല മൂത്ത മാവിലായതുകൊണ്ട് തന്നെ ഇതിന് നന്നായിട്ട് അതിൻ്റെ ആ ഒരു തണ്ട് നല്ല ഉറപ്പുണ്ടാവും. അപ്പോൾ നമുക്കത് അരിഞ്ഞ് കിട്ടൂല. അപ്പോൾ ആ തണ്ട് ഒഴിവാക്കിയിട്ട് ഇതാ മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മളെ മോണക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ മരുന്നൊക്കെ കഴിക്കണേനേക്കാളൊക്കെ നല്ലത് ഇതുപോലെ ഒരു 2-3 ഗ്രാമ്പ് എടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 2-3-4 കുരുമുളകിൻ്റെ മണിയും ഒരു പിഞ്ച് ഉപ്പും ചേർത്തിട്ട് ആ ഒരു മാവിൽ നന്നായിട്ട് ലേശം വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളമൊക്കെ ഉണ്ടായിക്കോട്ടെ, നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുത്താലും ഇതൊന്ന് അരിച്ചെടുക്കേണ്ടി വരും. കാരണം മാവില നമ്മൾ എത്ര തന്നെ അരിഞ്ഞാലും അത് അരിച്ചെടുക്കുമ്പോൾ അതിൽ ഇതുണ്ടാവും, ചണ്ടി ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒരു അരിപ്പ വെച്ചിട്ട് അരിച്ചെടുക്കുക. അപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളത്തിൽ തന്നെ അരച്ചോളൂ കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. നമ്മളെ മക്കൾക്കൊക്കെ ചെറുപ്പം മുതലേ നമ്മൾ പേസ്റ്റ് വാങ്ങി കൊടുക്കുമല്ലേ. അത് പല ബ്രാൻഡിൻ്റെ പേസ്റ്റും ഉണ്ടാവും, പല കമ്പനീൻ്റെ പേസ്റ്റും ഉണ്ടാവും. ചിലതൊക്കെ കുഴപ്പമുണ്ടാവില്ല, ചിലതൊക്കെ നമ്മളെ മോണക്കൊക്കെ നമ്മൾ ഫസ്റ്റിലൊന്നും കണ്ടില്ലെങ്കിലും കുറച്ച് കാലം കഴിയുമ്പോഴേക്കും അവരുടെ മോണക്കൊക്കെ പ്രശ്നം വന്ന് പ്രതിരോധശേഷിയൊക്കെ മോണക്കുള്ളതൊക്കെ നഷ്ടമായി. പിന്നെയാണ് പല്ലിന് മഞ്ഞ കളർ വരിക, പല്ലിന് പുഴുക്കുത്ത് വരിക, പല്ല് വേദന വരിക, അതൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഈ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇതൊക്കെ. നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെ പേസ്റ്റ് ഉണ്ടാക്കി കൊടുത്തിട്ട് കഴിഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള പല്ലുകളും മോണകളൊക്കെ അവർക്ക് കിട്ടും. നമുക്ക് വലിയവർക്കും നല്ലൊരിതാണ്. അപ്പോൾ പേസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് അവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഇനി അതൊന്ന് ശരിയാക്കാനൊക്കെ ഉണ്ട്. ഇനി രണ്ടാമതായിട്ട് ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ, ഇതാ കുറച്ചും കൂടെ ഇല ഉണ്ടായിരുന്നല്ലോ, അത് ഒരു മിക്സഡ് ജാർക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കുക. ഇത് നമുക്ക്
മുഖം നമുക്ക് പുറത്തൊക്കെ പോയി വന്നാലൊക്കെ മുഖത്തിനൊക്കെ എന്തൊക്കെ ഒരു മാറ്റമൊക്കെ വരുമല്ലോ. അപ്പോൾ ആ ഒരു മാറ്റം വരുന്നത് തടയാൻ മാത്രമല്ല, എത്ര നമ്മൾ നിറം കുറഞ്ഞ ആളുകളാണെങ്കിലും ഇത് നമ്മൾ തയ്യാറാക്കിയിട്ട് മുഖത്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുഖത്തിന് നല്ലൊരു മാറ്റം തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും കേട്ടോ. കാരണം ഈ മാവില വെച്ചിട്ട് ഈ ചെയ്യുന്ന പേസ്റ്റിന്, ഈ ഒരു ക്രീമിന് അത്രയും പവറുണ്ട്. പോരാത്തിന് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്ത, ഇപ്പോൾ പിഴിഞ്ഞ് കുറച്ച് ഇട്ട് കൊടുത്തില്ല, അത് ചോറാണ്, വെള്ളത്തിട്ട് ചെറിയ അരിൻ്റെ ചോറ്, അതൊരു പിടി ഇട്ട് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂണോളം തൈര് ഒഴിച്ചു കൊടുക്കുക. പുളിയില്ലാത്ത തൈരാണ്. ഇനിയിപ്പോൾ തൈരില്ലെങ്കിൽ ഒഴിവാക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. ചെറിയൊരു കഷ്ണം തക്കാളി ഇട്ട് കൊടുത്താലും മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക, പേസ്റ്റ് പോലെ തന്നെ അടിച്ചെടുക്കുക. ഇതാ റെഡിയായി. ഇതിവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നമ്മളെ ഡ്രസ്സിൽ കരിമ്പന്, അതുപോലെ തന്നെ കറകൾ, ചളി പിടിച്ചിരിക്കുക, നമ്മളെ ഡ്രസ്സ് അതൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഡ്രസ്സിൻ്റെ കളറ് മങ്ങുക. നമ്മളിപ്പോൾ അത് കരിമ്പൻ പോക്കായാലും കറ പോക്കായാലും നല്ല പിടിച്ച് ചളി പോക്കുകയാണെങ്കിലൊക്കെ നമ്മുടെ ഡ്രസ്സ് അത്യാവശ്യം കളർ ചേഞ്ചൊക്കെ ആവും, നമ്മൾ ഒരച്ചും അടിച്ചും ഒക്കെ. പക്ഷെ അതൊന്നും നമ്മുടെ ഡ്രസ്സിനൊരു ഡാമേജും വരാതെ നല്ല ക്ലോത്തായിട്ട് തന്നെ അടിപൊളിയായിട്ട് തിളങ്ങണ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി കാര്യങ്ങളാട്ടോ പറയണേ. എന്താ വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല റിതുവിൻ്റെ ഡ്രസ്സ്, ഇതോളം യൂണിഫോമാണ്, നല്ലൊരു റോസ് കളറാണ്. പക്ഷെ ആ റോസൊന്നും ഇപ്പോൾ കാണുന്നില്ല. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഇളം ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് പച്ചവെള്ളവും ചേർത്തിട്ടുണ്ട്. അതിലേക്ക് ഇപ്പോൾ ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്ത് ഒരു ചെറുനാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് അതിൻ്റെ നീരാണ്. പിന്നെ 1 ടേബിൾ സ്പൂണോളം സുറുക്ക. പിന്നെ ഇതാണ് കേട്ടോ. നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലത് എപ്പോഴും ഡിറ്റർജൻറ്റിനേക്കാളും സാബൂനേക്കാളും, സാബൂന് എന്ന് പറഞ്ഞാൽ നമ്മളവിടെ അതിന് സാബൂന് എന്നൊക്കെ പറയും, അധികം ആളുകൾ അതിന് അലക്ക് സോപ്പ് എന്നൊക്കെയാണ് പറയാം. നമ്മൾ ഈ മലപ്പുറം ഭാഷയെ പറയുകയാണെങ്കിൽ സാബൂന് എന്നാണ് കേട്ടോ. അപ്പോൾ സാബൂന് അതൊക്കെ ഉപയോഗിക്കുന്നതിനേക്കാളൊക്കെ ഏറ്റവും നല്ല എന്താ അറിയോ, ഇതുപോലെ ഷാമ്പു ആണ്. അപ്പോൾ നമ്മൾ കുറച്ച് സമയം ഈ ചെറുനാരങ്ങ നീര്, സുർക്ക ഒക്കെ അല്ലേ, അപ്പോൾ എന്ത് ചെയ്യുക, ഡിറ്റർജൻറ്റിന് പകരം ഷാമ്പു ഉണ്ട് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഡിറ്റർജൻറ്റിനെ എടുത്തോളിട്ടാ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു യൂണിഫോം ഇതിപ്പോൾ നല്ല ഒരു നരച്ച പോലെ ആയിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ പറഞ്ഞില്ല, ഒരാഴ്ചയോളം ഓൾ തന്നെയാണ് അലക്കിയത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഒരു ഇത് വന്നിക്കണ്. പിന്നെ ആണെങ്കിൽ ഡ്രസ്സിൽ ചെറുതായിട്ടൊരു കരിമ്പനാടി വന്നിക്കണ്. പിന്നെ മഷിയൊക്കെ ഉണ്ട് കേട്ടോ. മഷിയൊക്കെ പോകുമെന്നുള്ള ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. മഷി പോവില്ല എന്ന് ഞാൻ ഉറപ്പ് പറഞ്ഞില്ല. ഏതായാലും അതവിടെ മൂടി വെച്ചിക്കണേ. അത് കുറച്ച് സമയം, ഒരു അരമണിക്കൂർ അവിടെ നിൽക്കട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം അതെന്താ സംഭവിച്ചതെന്നുള്ളത്. ഇനി നമുക്ക് ഈ പേസ്റ്റ്, പല്ല് തേക്കുള്ള പേസ്റ്റ് തയ്യാറാക്കട്ടോ. അപ്പോൾ ഈ ഒരു കൂട്ടിലേക്ക് എന്തൊക്കെ ചേർത്തെന്ന് നിങ്ങൾ കണ്ടില്ലേ. എന്താണ് ഇത് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് മോണ ഏറ്റവും ക്ലീനായിട്ട് ഫ്രഷായിട്ട് കിട്ടാൻ വേണ്ടി, നല്ല ആരോഗ്യത്തോട് കിട്ടാൻ വേണ്ടിയിട്ടും ഒരു 2 ഗ്രാമ്പു ഒക്കെ ചേർത്തിട്ടാണ്, കുരുമുളക്, ഉപ്പൊക്കെ ചേർത്തിട്ടാണ് അടിച്ചെടുത്തത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദപ്പൊടി ചേർത്ത് കേട്ടോ. മൈദപ്പൊടിയോ കോൺഫ്ലോറോ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഒരു സ്റ്റേജ്, നല്ല തിക്കും ആരുത് എന്നാൽ നല്ല ലൂസും ആവാത്ത രീതിയിൽ ഈ ഒരു സ്റ്റേജിൽ വാങ്ങി വെച്ചതിന് ശേഷം ചൂടോട് കൂടി തന്നെ ഞാനൊരു പാത്രത്തിലേക്കൊന്ന് എടുത്തേക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറി വരുമ്പോൾ എന്താ അറിയോ, നല്ല കട്ട പേസ്റ്റ് പോലെ നിൽക്കും. അപ്പോൾ ഈ ഒരു പറളായി നിൽക്കുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് എടുത്തേക്കണം കേട്ടോ. ഈ ഒരു പറളായി നിൽക്കുമ്പോൾ എടുത്ത് വെച്ചുള്ള ഗുണം എന്താ പറയുക, നമുക്ക് ഒഴിഞ്ഞ പേസ്റ്റ് കൂടെ ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ നല്ലോണം ഇങ്ങനെ നിറച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ ഈ കിടന്നിട്ട് നല്ല തിക്കായിട്ട് നമ്മൾ സാധാരണ ആയുർവേദിക് പേസ്റ്റ് ഒക്കെ വാങ്ങുന്ന പോലെ നല്ല ക്രീമായിട്ട് നല്ല കട്ടിയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ നമുക്ക് ആവശ്യത്തിന് ഇങ്ങനെ നെക്കി എടുക്കുക. അതല്ല നല്ല തിക്കായിട്ടാണ് നമ്മൾ സ്റ്റൗമെന്ന് ഇറക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് വിചാരിച്ച ആ ഒരു രീതി കിട്ടില്ല. അപ്പോൾ കുറച്ച് ലൂസോട് കൂടി തന്നെ ഗ്യാസ് സ്റ്റൗന്ന് ഇറക്കുക. എന്നിട്ട് ആ ഒരു ചൂട്, കുറച്ചൊരിളം ചൂടിൽ തന്നെ പേസ്റ്റിൻ്റെ കൂട്ടിലേക്ക് വേണമെങ്കിൽ ആക്കി വെക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും ഒരു ബോട്ടിലാക്കി വെച്ചിട്ട് ആവശ്യത്തിന് ഇങ്ങനെ എടുത്തുകൊണ്ട് മക്കൾക്കും നമുക്കൊക്കെ എടുത്താൽ മതി കേട്ടോ. ഇനിയിപ്പോൾ അത്ര സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ പേസ്റ്റ് കൊണ്ട് പല്ലേക്കുമ്പോൾ കോൾഗേറ്റ് കൊണ്ടായാലും ക്ലോസപ്പ് കൊണ്ടായാലും എന്ത് ഇതുകൊണ്ട് തേക്കാണെങ്കിൽ നമ്മളെ ഇതുണ്ടാവും, നല്ല പതൊക്കെ ഉണ്ടാവും. അപ്പം ഒരു
ഇതാണ്, ഒരു സുഖമാണ്. പക്ഷേ ഇതിന് അതൊന്നും വേണ്ട. നമ്മുടെ മാവിൽ മാത്രം വെച്ചിട്ട് നിങ്ങൾ പല്ല് വെച്ച് നോക്കി, നല്ല കളറും കിട്ടും, നല്ല ഒരു ഇതുമാണ്, നല്ലൊരു സുഗന്ധം ഉണ്ടാവും നമ്മളെ മോണക്കും വായക്കൊക്കെ. അപ്പോൾ എന്താ ഞാൻ ആ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞുകാണ്ട് യൂണിഫോം എടുത്തതാ മക്കളതാ, കണ്ടില്ല കാണുന്നുണ്ടെങ്കിൽ ആ ചളി. നിങ്ങൾ വിചാരിക്കണ്ടാവും യൂണിഫോമിൽ ഇത്രയൊക്കെ ചളി ആയോളും കാത്തുനിന്നോന്നോ. അല്ല കേട്ടോ, ഇത് പിടിച്ച് കിടക്കേനി ഇത്. അപ്പം ആ ഇട്ട ഇതേ അല്ല, അതാ കല്ല് നനഞ്ഞിട്ടില്ല കേട്ടോ, നിങ്ങൾ കണ്ടില്ലേ, എൻ്റെ തിരുമ്പണ കല്ല് നനഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ആ ഒരു പാത്രത്തിൽ വെച്ചപ്പോഴേക്കും ഇത്രയും ചളിയായി ഞളക്കി. ഇനിയിപ്പോൾ ഈ കല്ല് ഞാൻ എപ്പോഴാണ് നനക്കണേ. അപ്പോൾ ഇത് കല്ലുമിട്ടുകാണ്ട് പിന്നെ അലക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് അന്നേരം എടുത്തിട്ടൊന്ന് ഒലിമ്പിയെടുത്താൽ മതി. പക്ഷേ ഇതിന് ചെറിയതായിട്ടൊരു കരിമ്പം കുത്തുണ്ട്, നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ കയ്യിലേതാ ചെറുതായിട്ടൊരു കരിമ്പം കുത്തുണ്ട്. ഈ കരിമ്പം കുത്ത് ഈ ഒരു നാരങ്ങ നീരും സുർക്കിയും ഒക്കെ ഇട്ടുകൊണ്ടായതുകൊണ്ട് തന്നെ ആ ഇതൊക്കെ ഇങ്ങനെ കരിമ്പം ഇങ്ങനെ ഇളകാനായിട്ടുണ്ടാവും. അപ്പോൾ ഒന്ന് കല്ലുമ്മൽ വെച്ചൊന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്താൽ എന്താ അറിയോ, ആ കരിമ്പം കുത്ത് പിന്നെ ആ കക്ഷത്തിനൊക്കെ ഉണ്ടാവില്ലേ, ഇത്തരം റോസ് കളറൊക്കെ ആകുമ്പോൾ കക്ഷത്തിലൊക്കെ വിയർപ്പൊക്കെ തട്ടിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പോവാനൊക്കെ കല്ലുമ്മൽ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ നല്ല ഫിനിഷായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കരിമ്പിനൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ അതിന്മേലുള്ള അത് പോയിട്ടില്ല കേട്ടോ. മഷിയായിനി അത് പോകുമെന്ന് വിചാരിച്ചു, പക്ഷെ മഷി പോയിട്ടില്ല. കരിമ്പന് ചെറിയ കരിമ്പൻ കുത്തൊക്കെ പോയി. പിന്നെ ഒരു യെല്ലോ ഷെയ്ഡ് കളറായിനി, കക്ഷൊക്കെ അതൊക്കെ പോയി. കുട്ടികൾ തിരുമ്പണല്ലേ, അപ്പോൾ അതിൻ്റെതായിട്ടുള്ളതൊക്കെ ഉണ്ടാവും. കാരണം ഓള് 7ാം ക്ലാസ്സിലല്ലേ. പിന്നെ ഞാൻ അവളെ കൊണ്ട് അലക്കിപ്പിക്കണ ഒരു പരിപാടിയല്ല, ഞാൻ തന്നെയാണ് അലക്കൽ. കാരണം ഈ ഒരു കളറായതുകൊണ്ട് ഞാൻ കൊടുക്കില്ല. അല്ലെങ്കിലും കുട്ടികൾ നമ്മൾ കുറച്ച് വലുതാകുമ്പോൾ നമ്മളിതൊക്കെ ചെയ്യിക്കണം എന്നൊക്കെ ആണെങ്കിലും എനിക്കൊരു കുട്ടിയായതുകൊണ്ടാണോ എന്ന് അറിയില്ല, എനിക്ക് ഓളതൊന്നും വേറെ തോന്നാത്തതുകൊണ്ട് ഞാൻ ചെയ്യലാണ്. അപ്പോൾ ഏതായാലും ഞാനൊരു 9ാം ക്ലാസ് 10ാം ക്ലാസ്സൊക്കെ എത്തട്ടെ, എന്നാലും നമുക്ക് സമയമുണ്ടല്ലോ, അവരെ കൊണ്ട് അലപ്പിക്കാമല്ലോ, ഇപ്പോഴേ അലക്കിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ വൃത്തിയാവാനൊക്കെ നല്ല നമ്മളാണ്. പക്ഷെ നമ്മൾ ഈ ചെറുപ്പത്തിൽ ശീലിപ്പിക്കണമെന്ന് പറയാനുള്ള കാരണം എന്താ അറിയോ, ഇപ്പോൾ ഇതാ ഞാൻ എൻ്റെ വീട്ടിൽ എനിക്ക് പോലെ നിർബന്ധമായി വരും. 30 വയസ്സായി ഒക്കെ വരുമ്പോൾ നമ്മളെന്തായാലും പോകണം. അപ്പോൾ കുട്ടികളുടെ കാര്യം അവരെന്നെ ചെയ്യാൻ പാകത്തിനാക്കാൻ. പിന്നെ എന്ത് തന്നെയാണെങ്കിലും ഒരു ഉമ്മ ഇല്ലാത്ത സമയത്ത് ആ കുട്ടീൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിൽ നമ്മൾ ശീലിപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഏതായാലും ഓള് തിരുമ്പിയിട്ട് എന്നാലും അലക്കും കേട്ടോ, ഓളെന്നെ അലക്കും. ഉളപ്പിച്ച് കൊണ്ടുണ്ട്, എന്നാലും ഓളെന്നെ അലക്കും. എന്നാലും ചെറുതായിട്ടൊക്കെ അതിൽ പിടിച്ചതിന് അതൊക്കെ പോയി. അപ്പോൾ നിങ്ങളതൊന്ന് ചെയ്ത് നോക്കേണ്ടി, നല്ല യൂസ്ഫുൾ ആവും. പിന്നെ നമ്മളെ മാവില വെച്ചിട്ടുള്ള ക്രീം, ഇത് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട്, കാരണം ഇതിൽ ചോറ് ഒക്കെ മുഖം വെളുക്കാൻ നല്ലതാണ്. അല്ലെങ്കിൽ ചോറില്ലെങ്കിൽ ഉരുളക്കിഴങ്ങ് ഇട്ടുകൊടുത്തുകൊണ്ട് അരച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവും. മാവില മുഖത്തെ ഒരുപാട് കാര്യങ്ങൾക്ക് നല്ല ഉത്തമ പരിഹാരമാണ്, പ്രശ്നങ്ങൾക്ക്. അപ്പം ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. പകൽ സമയത്തൊക്കെ ഈ ഒരു തണുപ്പ് കാലത്തൊക്കെ പ്രത്യേകിച്ച് നമ്മളെ മുഖം ഇങ്ങനെ വരണ്ട് ഇതായി നിൽക്കുമ്പോൾ യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത നല്ലൊരു ക്രീമാണ് നമ്മളെ വീട്ടിൻ്റെ എങ്ങനെയാ ഇപ്പോൾ പറയാൻ എനിക്കറിയില്ല, ഏത് മൂത്ത ഇല പോലും നമുക്ക് എടുത്തിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഫേസ് ക്രീമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ വീഡിയോ ഒക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് താഴെ ഒരു ലൈക്കൊക്കെ നിങ്ങൾ ചെയ്യട്ടോ. പിന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഈ ഒരു പേസ്റ്റൊക്കെ ഉണ്ടല്ലോ വലിയ ഉപകാരമാണ്, നല്ല ടേസ്റ്റാട്ടോ. ആ പേസ്റ്റ് കൊണ്ട് പല്ലേക്കുമ്പോൾ നിങ്ങൾ തേച്ച് നോക്കേണ്ടി മാവില വെച്ചിട്ട്. പിന്നെ അധികം ആളുകളും ബ്രഷ് എടുക്കാൻ മറന്നാലൊക്കെ വിരുന്നൊക്കെ പോയാൽ ബ്രഷൊക്കെ എടുക്കാൻ മറന്നാൽ വേഗം ഒരു മാവിൻ്റെ ഇല എടുത്തിട്ട് പല്ലേക്കും അല്ലേ, നല്ല ക്ലീനാവും. പിന്നെ നല്ല ആരോഗ്യമാണ് നമ്മുടെ മോണക്കും പല്ലിനും ഒക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ആ പേസ്റ്റ് ഒന്ന് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഈ ഒരു ക്രീം ഉണ്ടാക്കുക. ഇതുപോലെ നിങ്ങൾ യൂണിഫോമോ എന്തെങ്കിലുമൊക്കെ വെള്ള ഡ്രസ്സൊക്കെ ഉണ്ടെങ്കിൽ അലക്കാൻ ബുദ്ധിമുട്ടും ക്ലീൻ ആണെന്നില്ലെങ്കിൽ ഇതുപോലൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ചുള്ള ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. പിന്നെ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. അപ്പോൾ റിതുവിന് പൂച്ചായാൽ മതി.
ഋതുവിനെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഋതു കേട്ടോ, ഋതു ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ല, അതുകൊണ്ടേ. അപ്പോൾ ഞാൻ തമ്പനയിൽ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ മാവല എടുക്കുകയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ ആയിട്ട് വരാം. അസ്സലാമു അലൈക്കും.